എറണാകുളത്തെ സംഭവത്തിലേക്ക് തന്നെ നമുക്ക് പോകാം. അവിടെ തിരുവാങ്കുളത്താണ് 3 വയസ്സുകാരിയെ കഴിഞ്ഞ ദിവസം അമ്മ പുഴയിലെറിഞ്ഞ് കൊന്നത്. ഈ സംഭവത്തിൽ കുട്ടി പീഡനത്തിന് ഇരയായി എന്ന സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. പുത്തൻകുരിശ് പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു. പിതാവിൻ്റെ അടുത്ത ബന്ധുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുമുണ്ട്. കുട്ടിയുടെ അമ്മയെ പോലീസ് ഇന്ന് വീണ്ടും ഈ വിഷയത്തിൽ ചോദ്യം ചെയ്യും. സുധീഷ് ഗോപാൽ ചേരുകയാണ് വിവരങ്ങളുമായി. സുധീഷ്, അപ്പോൾ 2 കേസുകളായി മാറുന്നു ഈ സംഭവം. കൊലപാതക കേസുണ്ട് അമ്മയ്ക്കെതിരെ, അത് മറ്റൊരു പോലീസ് സ്റ്റേഷനിലാണ്. അത് ചോദ്യം ചെയ്യൽ ആ വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തിന് കൊലപ്പെടുത്തി എന്ന ചോദ്യങ്ങൾ, ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഞെട്ടിപ്പിക്കുന്ന, ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലുള്ളൊരു വഴിത്തിരിവ് ഈ കേസിലുണ്ടാകുന്നത്. കുട്ടി പീഡനത്തിനിരയായി എന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ സൂചന നൽകുന്നു. അത് പോലീസ് സ്ഥിരീകരിക്കുന്നു. തുടർന്നാണ് ചോദ്യം ചെയ്യലുണ്ടായത്. ഒരു പക്ഷേ കഴിഞ്ഞ ദിവസം തന്നെ ഈ വിഷയത്തിൽ പോലീസിന് സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ സുധീഷ്? കാരണം ബന്ധുക്കളെ ചോദ്യം ചെയ്യുന്നത് പോലീസ് ആ തരത്തിലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. തുടർന്ന് ഇയാൾ, ഈ ഇപ്പോൾ പ്രതി എന്ന് കരുതുന്ന ഈ പോക്സോ കേസ് എടുത്തിരിക്കുന്ന ആളെ അവിടെ പോലീസ് സ്റ്റേഷനിൽ തുടരുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. സുധീഷ്, എന്താണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സംഭവിച്ചത് പോലീസിന് വ്യക്തമായത്? വീണായി, കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അടിമുടി ദുരൂഹതകളാണ്. അത് ഏറ്റവും പ്രധാനമായി എന്തിന് കൊലപ്പെടുത്തി എന്നതിലെ ദുരൂഹത ഇതുവരെ ഒഴിഞ്ഞിട്ടില്ല. അതേ സാഹചര്യത്തിൽ തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോടുകൂടി കുട്ടി പീഡനത്തിനിരയായി, അതും നിരന്തരം പീഡനത്തിന് ഇരയായി എന്ന വിവരം പുറത്തു വരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ അച്ഛൻ്റെ അടുത്ത ബന്ധുക്കളെല്ലാം ഇന്നലെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അതിനൊടുവിലാണ് കുട്ടിയുടെ അച്ഛൻ്റെ അടുത്ത ബന്ധു സഹോദരനെ തന്നെ പോലീസിന് കസ്റ്റഡിയിലെടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയും വിശദമായ ചോദ്യം ചെയ്യൽ വേണ്ടി വരും. അതോടൊപ്പം തന്നെ അമ്മയെ കസ്റ്റഡിയിൽ വാങ്ങേണ്ടതുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങൾ ഇന്ന് നടക്കും. കോടതിയിൽ അതിൻ്റെ അപേക്ഷ നൽകിക്കൊണ്ട് കുട്ടിയുടെ അമ്മയെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിനുള്ള ഒരു നീക്കമാണ് പോലീസ് നടത്തുന്നത്. ആ ചോദ്യം ചെയ്യലും ഇതിൽ ഏറെ നിർണായകമാണ്. ഏതെങ്കിലും തരത്തിൽ ഈ പീഡനത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണോ കുട്ടിയെ കൊലപ്പെടുത്തിയതെന്ന് ഉള്ളതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. എന്തുതന്നെയായാലും ഈ കുട്ടിയെ നിരന്തരം പീഡിപ്പിച്ചിരുന്നു എന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോടെ വ്യക്തമായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ അടുത്ത ബന്ധുക്കളെയൊക്കെയും പുത്തൻകുരിശ് പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. അതിനൊടുവിലാണ് കുട്ടിയുടെ അച്ഛൻ്റെ സഹോദരനെ കസ്റ്റഡിയിലെടുക്കുന്നതും ഇന്ന് അത് ഇനിയും അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കും എന്നത് തന്നെയാണ് അറിയുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളെല്ലാം തന്നെ വളരെ വ്യക്തതയോടെ പറയണമെങ്കിൽ അതിൽ പോലീസിൻ്റെ ഒരു ഔദ്യോഗികമായ അറിയിപ്പ് ഉണ്ടാവേണ്ടതുണ്ട്. വളരെ പിഞ്ചു കുഞ്ഞിനെയാണ് ഇത്തരത്തിൽ നിരന്തരമായി പീഡിപ്പിച്ചിരുന്നത്. കുട്ടി കഴിഞ്ഞ ദിവസം വൈകിട്ട് അംഗനവാടിയിൽ നിന്നും കുട്ടിയുടെ അമ്മ വിളിച്ചുകൊണ്ട് പോവുകയും അതിനുശേഷം നിരവധി ഇടങ്ങളിലൂടെ സഞ്ചരിച്ച് ആണ് ആ പാലത്തിലെത്തി പാലത്തിന് താഴേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യൽ വരുമ്പോൾ ആ കുട്ടിയെ ഒരുപാട് കുട്ടിയുടെ അച്ഛൻ വീട്ടുകാർ ഇഷ്ടപ്പെട്ടിരുന്നു, അവരെ വേദനിപ്പിക്കാനാണ് എന്ന തരത്തിലും മറ്റും മൊഴി നൽകിയിരുന്നു. എന്നാൽ അതിനൊക്കെ അപ്പുറം കൃത്യമായ എന്ത് പ്രേരണയാണുള്ളത്, ഈ കൊലപാതകത്തിലെ ആസൂത്രണം എങ്ങനെയായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ പീഡനവിവരം അറിയുമ്പോൾ പീഡനവിവരം ആർക്കൊക്കെ അറിയാമായിരുന്നു, ആ പീഡനവിവരം അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് ബന്ധങ്ങൾ അമ്മയുമായിട്ട് ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിൻ്റെ എല്ലാം കൂടി അടിസ്ഥാനത്തിലാവും ഇനിയുള്ള കേസിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. ഇതിൻ്റെ അന്വേഷണത്തിനായി ഇപ്പോൾ ആലുവ ഡിവൈഎസ്പിയും പുത്തൻകുരിശ് ഡിവൈഎസ്പിയും അടങ്ങുന്ന ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ആ സംഘമാവും ഇനി മുന്നോട്ടുള്ള അന്വേഷണം നടത്തുക. അതിൻ്റെ ഭാഗമായി ഇന്ന് ഈ കുട്ടിയുടെ അച്ഛൻ്റെ അടുത്ത ബന്ധുവിനെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകും. ഇതോടൊപ്പം തന്നെ അമ്മയെ കസ്റ്റഡിയെ വാങ്ങിയതിന് ശേഷം തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. ഇവർ അംഗനവാടിയിൽ നിന്നും കുട്ടിയുമായി പുറപ്പെട്ടതിന് ശേഷം ഇവിടെയൊക്കെ പോയോ അതെല്ലാം കൃത്യമായി തന്നെ രേഖപ്പെടുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയെല്ലാം അമ്മയുമായി പോയി തെളിവെടുക്കേണ്ട ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. എന്തുതന്നെയായാലും ഇതിലെ ദുരൂഹതകൾ ഒഴിയണമെങ്കിൽ അമ്മയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിലുപരി പോലീസിൻ്റെ കൃത്യമായി ഇതുവരെയുള്ള അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ സംബന്ധിച്ച് ഒരു വിശദീകരണം ലഭിക്കേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണെന്നത് സംബന്ധിച്ച് ഒരു വിശദീകരണം ലഭിക്കേണ്ടതുണ്ട്. ഇതുതന്നെയായാലും കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയ പാടുകൾ, അതോടൊപ്പം തന്നെ പീഡനം നിരന്തരം നടന്നിരുന്നതായ വിലയിരുത്തൽ, ഇതെല്ലാമാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായത്. അത് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ തന്നെ ഡോക്ടർമാർക്ക് അത് സംബന്ധിച്ച് ചില സൂചനകൾ കിട്ടിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പുത്തൻകുരിശ് പോലീസും അന്ന് അവിടേക്ക് എത്തുകയും അമ്മയുമായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ആശയവിനിമയം നടത്തുകയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷമാണ് അമ്മയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നത്.
അപ്പോൾ ഇനിയും ഈ കേസിൽ വളരെ നിർണായകമായ കണ്ടെത്തലുകളിലേക്ക് പോകേണ്ടതുണ്ട്. അതിന് മുമ്പ് ഇപ്പോൾ ഈ അറസ്റ്റിലായി കസ്റ്റഡിയിലുള്ള വ്യക്തിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ട് മറ്റ് നടപടികളിലേക്ക് കടക്കും എന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതിനു മുമ്പ് മെഡിക്കൽ അടക്കം ഇയാളുടേത് എടുക്കേണ്ടതുണ്ട്. എന്തുതന്നെയായാലും ഞെട്ടിക്കുന്ന വിവരമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നത്. വലിയ വഴിത്തിരിവ് തന്നെയാണ് കേസിൽ ഉണ്ടായിട്ടുള്ളത്. അത് സമൂഹ മനസ്സാക്ഷി എല്ലാം തന്നെ ഞെട്ടിക്കുന്നതും വേദനിപ്പിക്കുന്നതുമായ വിവരമാണ് എന്നതും ഏറെ വേദനയോടെ തന്നെ നമുക്ക് പങ്കുവെക്കേണ്ടി വരും. വീണ, സുധീഷ്, ഇപ്പോൾ നിലവിൽ ഈ 2 കേസുകളും 2 പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. പക്ഷേ ഈ 2 കേസുകളും തമ്മിൽ ബന്ധമുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അത് പോലീസ് അന്വേഷണ വിധേയമാക്കുന്നുണ്ടാകാം. നമുക്കറിയാം അവരുടെ അന്വേഷണം എത്ര മുന്നോട്ട് പോയാലും നമുക്ക് പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ അതിനനുസരിച്ച് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഈ വിഷയത്തിൽ ഈ കുട്ടിയുടെ CCTV ദൃശ്യങ്ങൾ, ഈ കുട്ടിയുമായി അമ്മ പോകുന്ന CCTV ദൃശ്യങ്ങൾ, അവളുടേതായി നമുക്ക് ലഭിച്ച ഫോട്ടോകളൊക്കെ പരിശോധിക്കപ്പെടുമ്പോൾ ഏറ്റവും നിഷ്കളങ്കമായ പ്രായത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാതെ ആ കുട്ടി സന്തോഷവതിയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പിന്നെ എന്തിനാണ് ഈ അമ്മ ഇങ്ങനൊരു തീരുമാനം എടുത്തത് എന്ന് പറയുന്നത് തീർച്ചയായും ഈ ഒരു പോക്സോ കേസുമായി ബന്ധമുണ്ട് എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ 2 പോലീസ് സ്റ്റേഷനുകളിലുമുള്ള ഈ 2 കേസുകളും തമ്മിൽ ഒന്നിച്ച് അന്വേഷണം, ഏകോപനം എങ്ങനെയാണ് നടക്കുന്നത് സുധീഷ്? വീണ, അതുതന്നെയാണ് ഈ കേസിൻ്റെ മുന്നോട്ടുള്ള അന്വേഷണത്തിന്. ഈ ചെങ്ങമനാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കൊലപാതകം നടന്നിട്ടുള്ളത്, പീഡനം നടന്നിട്ടുള്ളത് പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷൻ പരിധിയിലും. അപ്പോൾ പുത്തൻകുരിശ് DYSPയും അതോടൊപ്പം തന്നെ ചെങ്ങമനാട് ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ DYSP ആയ ആലുവ DYSPയും ഉൾപ്പെടുന്ന ഒരു പ്രത്യേക സംഘമാണ് മുന്നോട്ടുള്ള അന്വേഷണം കൊണ്ടുപോവുക. അതിന് ആ പ്രത്യേക അന്വേഷണ സംഘത്തെ ഇന്നലെ തന്നെ നിയോഗിച്ചിട്ടുമുണ്ട്. അവർ ഒരുമിച്ചിരുന്ന് ഈ 2 കേസുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് അത് രണ്ടും ഒരുപോലെ പരിഗണിച്ചുകൊണ്ട് സംയുക്തമായ ഒരു അന്വേഷണമാണ് ഇനി മുന്നോട്ട് പോവുക. ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് ഈ പീഡനം അടക്കമുള്ള കാരണങ്ങളാണോ എന്നത് തന്നെയാണ് പോലീസും സംശയിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംയുക്തമായ ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഈ കുട്ടി ഏറ്റവും സുരക്ഷിതമായി ഈ പ്രായത്തിൽ കഴിയാൻ, ആ കുട്ടി ഏറ്റവും വിശ്വസിക്കുന്ന കരങ്ങളിൽ നിന്ന് തന്നെയാണ് പീഡനവും അതോടൊപ്പം തന്നെ കൊലപാതകവും ഉണ്ടായിരിക്കുന്നത്. ആ ഒരു ദുരവസ്ഥയാണ് കുട്ടിക്കുണ്ടായത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പരമാവധി ശിക്ഷ ലഭിക്കേണ്ട ഒരു കുറ്റമായി തന്നെ ഇതിനെ വിലയിരുത്താം. നമുക്കറിയാം, ആലുവയിൽ പിഞ്ചുകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ ആ കേസുമായി ബന്ധപ്പെട്ട് പരമാവധി ശിക്ഷ വിധിക്കുമ്പോൾ അന്ന് കോടതി പറഞ്ഞ കാര്യം, ആ നിഷ്കളങ്കമായ ആ യുവാവിൻ്റെ കൈ പിടിച്ചു പോകുന്ന ആ കുട്ടി ഒരു പിതൃതുല്യനായി കണ്ട് വളരെ സുരക്ഷിതമെന്ന് കരുതി ആ കുട്ടി എടുത്ത വിശ്വാസം, അതിനെയാണ് ദുരുപയോഗപ്പെടുത്തിയത്. അത് മുതലെടുത്തുകൊണ്ടാണ് കൊലപാതകം നടത്തിയത് എന്നതായിരുന്നു പറഞ്ഞത്. അതിന് സമാനമായി തന്നെ ഏറ്റവും സുരക്ഷിതമായി ഈ കുട്ടിയെ ദിവസവും അംഗൻവാടിയിൽ കൊണ്ടുവിടുന്നതിനും എല്ലാം മുന്നിട്ട് ഇറങ്ങിയിരുന്ന ഏറ്റവും അടുത്ത ഒരു ബന്ധു, ആ ബന്ധു തന്നെയാണ് പീഡിപ്പിച്ചിരിക്കുന്നതെന്ന കണ്ടെത്തലിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും സുരക്ഷിതമായി കരുതുന്ന അമ്മയുടെ കൈകൊണ്ട് തന്നെയാണ് കുട്ടി കൊല ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഏറ്റവും ദാരുണം, ഏറ്റവും നിരാശാജനകമായ സഹതാപം ഏറ്റവും കൂടുതൽ അർഹിക്കുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പരമാവധി ശിക്ഷ കിട്ടത്തക്ക രീതിയിൽ വളരെ കൃത്യമായ അന്വേഷണം ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിനായാണ് ഇപ്പോൾ ആലുവ DYSPയും പുത്തൻകുരിശ് DYSPയും അടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. അവരുടെ അന്വേഷണത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ചോദ്യം ചെയ്യലിലും മറ്റും കണ്ടെത്തിയിരിക്കുന്ന പോക്സോ കേസ് എടുത്തുകൊണ്ട് കുട്ടിയുടെ അടുത്ത ബന്ധുവിനെ, അച്ഛൻ്റെ സഹോദരനായിട്ടുള്ള വ്യക്തിയെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. അയാളുടെ അറസ്റ്റിലേക്ക് പോവുകയും തുടരന്വേഷണം നടക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഈ കൊലപാതകത്തിൻ്റെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള പരിശ്രമമാവും ഉണ്ടാവുക. അതിന് ഇന്ന് അമ്മയെ കസ്റ്റഡിയിൽ വാങ്ങും, തുടർന്ന് തെളിവെടുപ്പ് അടക്കം നടത്തുകയും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ ചോദ്യം ചെയ്യലും നടത്തും. അതിൽ ഒരു പക്ഷേ ഇപ്പോൾ പോക്സോ കേസിൽ അറസ്റ്റിലായിരിക്കുന്ന വ്യക്തിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുകയും രണ്ടുപേരും പറയുന്ന മൊഴികളെ പരസ്പരം വളരെ വിശദമായി തന്നെ നിരീക്ഷിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ മുന്നോട്ട് പോകും എന്നത് തന്നെയാണ് നമുക്കിപ്പോൾ അനുമാനിക്കാൻ കഴിയുന്നത്. വീണ, അതേസമയം ഈ അമ്മയുടെ കാര്യത്തിൽ നമുക്കറിയാം, ആദ്യം ഈ കുട്ടിയെ കാണാതായി എന്ന് പറയുമ്പോൾ ബസ്സിൽ വെച്ച് കാണാതായി എന്ന് പറയുന്നു. പക്ഷെ പിന്നീട് അമ്മ തന്നെ സമ്മതിക്കുന്നു. അപ്പോൾ അത്രയൊന്നും പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിയുന്നില്ല. അവർ കെട്ടിപ്പൊക്കി വെച്ചിരിക്കുന്ന കള്ളങ്ങൾക്ക് മുകളിൽ നിന്നുകൊണ്ട് അവർക്ക് അത്ര പെട്ടെന്ന് കൂടുതൽ സമയം അങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ അമ്മയിൽ നിന്ന് തന്നെ വളരെ പെട്ടെന്ന് പോലീസിന് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സാധ്യത തന്നെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്ന മുറയ്ക്ക്
അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്നും ഈ കസ്റ്റഡിയിൽ വാങ്ങുന്നതനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്നും വ്യക്തമാണ്. കൂടുതൽ ആളുകളിലേക്ക് ഈ ചോദ്യം ചെയ്യൽ ഉണ്ടാകുമോ സുധീഷ്? ഈ പിതാവിൻ്റെ കൂടുതൽ ബന്ധുക്കളിലേക്കോ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ അമ്മയുടെ ബന്ധുക്കളിലേക്കൊക്കെയും കൂടുതൽ അന്വേഷണവും മൊഴിയെടുപ്പും ഒക്കെ ഇന്നുണ്ടാകുമോ? നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? വീണ, ഇന്നലെ തന്നെ കുട്ടിയുടെ അച്ഛൻ്റെ അടുത്ത ബന്ധുക്കളായ നിരവധി പേരെ ചോദ്യം ചെയ്തിരുന്നു, വിളിച്ചു വരുത്തി കൃത്യമായി തന്നെ വിവരങ്ങൾ തേടിയിരുന്നു. അതിൻ്റെ എല്ലാം കൂടി അടിസ്ഥാനത്തിലാണ് അവസാനം ഇപ്പോൾ കസ്റ്റഡിയിൽ ഉള്ള ആ വ്യക്തിയിലേക്ക് അന്വേഷണം എത്തിച്ചേരുന്നതും അയാളാണ് പീഡിപ്പിച്ചതെന്ന ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നതും. ഇതിൽ അമ്മയിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ നിർണായകമായിട്ടുണ്ട് എന്ന ചില സൂചനകളുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചില സൂചനകൾ ലഭിച്ച ഉടൻ തന്നെ കുട്ടിയുടെ അമ്മയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുട്ടിയുടെ അമ്മയിൽ നിന്ന് ചില വിവരങ്ങൾ പോലീസ് അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാവിലെ മുതൽ തന്നെ കുട്ടിയുടെ അച്ഛൻ്റെ അടുത്ത ബന്ധുക്കളെല്ലാം തന്നെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത്. ആ വിശദമായ ചോദ്യം ചെയ്യലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോഴത്തെ ഈ പ്രതിയിലേക്ക് എത്തിച്ചേർന്നത്. ഇനിയും വിശദമായി ഇതിൽ കൂടുതൽ സ്ഥിരീകരണങ്ങൾ വേണ്ടിവരും. ഇനിയും ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്താൽ തന്നെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. അതോടൊപ്പം തന്നെ അമ്മയെ ഇന്ന് കസ്റ്റഡിയിൽ ലഭിച്ചു കഴിഞ്ഞാൽ അമ്മയെ വിശദമായ ചോദ്യം ചെയ്യൽ ഇതിൽ നിർണായക വിവരങ്ങൾ ഇപ്പോൾ പീഡിപ്പിച്ചു എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ അമ്മയെ വീണ്ടും ചോദ്യം ചെയ്യുമ്പോൾ അതും വളരെ നിർണായകമാകും എന്നത് തന്നെയാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞിരുന്നു 1 ലക്ഷം രൂപ കുട്ടിയുടെ അമ്മയുടെ വീട്ടിൽ നിന്നും കുട്ടിയുടെ അമ്മ ശേഖരിച്ചു കൊണ്ട് പോകുന്നു. എന്നാൽ ആ പണമൊന്നും വീട്ടിലെത്തിയിട്ടില്ല, മൊബൈൽ ഫോൺ വാങ്ങിയ അങ്ങനെ ചിലവായി എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു. എന്നാൽ ഈ പണമൊക്കെ എവിടേക്ക് പോയി, ഇത്തരത്തിൽ പണം വാങ്ങിയിരുന്നു എന്നതടക്കമുള്ള ഇതിലെല്ലാം തന്നെ നിരവധി ദുരൂഹതയും കള്ളക്കഥകളും എല്ലാം നിറഞ്ഞതാണ്. കുട്ടിയുടെ അമ്മ തന്നെ ആദ്യം കുട്ടിയെ കാണാതായി എന്ന് പറയുമ്പോൾ ആലുവ വരെ ബസ്സിലുണ്ടായിരുന്നു, അവിടെ നിന്നും പെട്ടെന്ന് കാണാതായി എന്ന തരത്തിൽ പറയുന്നു. പിന്നീട് ആലുവ മണപ്പുറത്ത് കുട്ടിയും അമ്മയും കൂടെ എത്തിയിരുന്നതായി സ്ഥിരീകരിക്കുന്നു. അതിനുശേഷമാണ് ഈ പാലത്തിലെത്തുകയും പാലത്തിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ആ ഓട്ടോ ഡ്രൈവർ ഇവരൊറ്റയ്ക്കാണ് പോയതെന്ന് പറയുമ്പോൾ തന്നെ ആ ഓട്ടോ ഡ്രൈവർ പറയുന്ന ഒരു അസ്വാഭാവികതയുമില്ല, വളരെ സ്വാഭാവികമായ രീതിയിലാണ് സ്വന്തം കുട്ടിയെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ ശേഷം ആ അമ്മ മടങ്ങിയത് എന്നത് പറയുമ്പോൾ വലിയ ദുരൂഹതകളാണ് ഇതിലെല്ലാം തന്നെ നമുക്ക് ഊഹിക്കാൻ കഴിയുക. അത്രയ്ക്ക് കഠിന ഹൃദയമുണ്ടോ, ഇല്ലെങ്കിൽ എന്താണ് അതിന് പ്രേരിപ്പിച്ച് അത്രയ്ക്ക് ഈ കുട്ടിയോടെ വൈരാഗ്യം തോന്നാൻ എന്താണ് കാരണം, എന്തിനു വേണ്ടിയാണ് കൊലപ്പെടുത്തിയത്? ഇത്തരം നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. ഇത് എല്ലാം ഈ പീഡനം കൂടി പുറത്തു വന്നതോടെ ഇതിലെല്ലാം മറ്റു ചില കാരണങ്ങൾ കൂടി ഉണ്ട് എന്ന കൃത്യതയിലേക്ക് വരുന്നു. കുട്ടിയുടെ അമ്മയ്ക്ക് മാനസിക പ്രശ്നമല്ല മറ്റു ചില പ്രശ്നങ്ങളാണ് എന്ന അനുമാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഈ കുട്ടിയുടെ അച്ഛൻ്റെ കുടുംബവും ഈ പറയുന്നത് പോലെ പൂർണ്ണമായും ഒരു ശരിയായ രീതിയിലല്ല ഇടപെട്ടിരിക്കുന്നത് എന്ന സൂചനകൾ ലഭിക്കുന്നു. അങ്ങനെ വളരെ പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു കേസായി ഇത് മാറുകയാണ്. അതിൻ്റെ എല്ലാം കുരുക്കുകൾ അഴിച്ച് കൃത്യത വരണമെങ്കിൽ ഈ കുട്ടിയുടെ അമ്മയെയും കുട്ടിയുടെ പീഡിപ്പിച്ചിരിക്കുന്ന ഈ വ്യക്തിയും വളരെ വിശദമായി ചോദ്യം ചെയ്യുകയും അതിൻ്റെ മറ്റ് തെളിവുകളെല്ലാം തന്നെ ശേഖരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇവരുടെ വീട്, കുട്ടി താമസിക്കുന്ന വീടും കുട്ടിയുടെ ഇപ്പോഴത്തെ ഈ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ള വ്യക്തിയൊക്കെ തന്നെ തൊട്ടടുത്തടുത്താണ് താമസിക്കുന്നത്. അവിടെയൊക്കെ ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അത് ഒരു കാരണവശാലും ബന്ധുക്കൾ അറിയാതെ എന്ന് നമുക്ക് അനുമാനിക്കാനും കഴിയില്ല. ആ കാര്യങ്ങളിലെല്ലാം തന്നെ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അത് എല്ലാം സംബന്ധിച്ചുള്ള അന്വേഷണത്തിനായാണ് ഇപ്പോൾ ആലുവ ഡിവൈഎസ്പിയും പുത്തൻകുരിശ് ഡിവൈഎസ്പിയും അടങ്ങുന്ന മറ്റ് സാങ്കേതിക വിദഗ്ധരടക്കമുള്ളവർ ഉൾപ്പെട്ട ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഇതിൻ്റെ എല്ലാം ദൂരീകരണത്തിനായി നിയോഗിച്ചിട്ടുള്ളത്. വീണ.